പ്രൊഫസർ PJ കുര്യൻ സാർ സെൽഫ് ഗോൾ അടിക്കുകയാണ്. ശത്രുവിന് വിജയപാത ഒരുക്കി കൊടുക്കുന്ന, സ്വയം അവർക്ക് വേണ്ടി ഗോൾ അടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് പ്രൊഫസർ PJ കുര്യൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഈ ദുഷിച്ച വികസനമില്ലാത്ത ഭരണത്തിൽ നിന്നും ജനം രക്ഷ നേടുവാനായി അഹോരാത്രം അധ്വാനിക്കുകയാണ്. ആകാംക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം മുഖ്യമന്ത്രി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് ഇദ്ദേഹം ഈ ചെയ്യുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ നടത്തി UDF അധികാരത്തിൽ വരുവാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന് പകരം അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ രീതിയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന കാഴ്ച. എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയും ഈ ഭരണത്തെ മാറ്റുക, UDF അധികാരത്തിൽ വരിക, ഇതാണ് ജനങ്ങളുടെ ഏക ആഗ്രഹം. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ആര് മുഖ്യമന്ത്രി എന്നത് ഇവിടെ ചിന്താ വിഷയമേ അല്ല. കോൺഗ്രസിനകത്ത് ധാരാളം മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ധാരാളം ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആയിക്കോട്ടെ, ഇവിടെ ആർക്ക് പരാതി? ഇനി VD സതീശൻ മുഖ്യമന്ത്രി ആയാലും അത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ നടക്കുന്നു, വേറൊരു കൂട്ടർ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് വേറൊരു കൂട്ടർ നടന്നാൽ, മുരളീധരൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ നടന്നാൽ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ച് PJ കുര്യനെ പോലെയുള്ളവർ പ്രസ്താവന പുറപ്പെടുവിച്ചാൽ ഈ ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിത്തീരും? കോൺഗ്രസിനെ അദ്ദേഹം അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, പിണറായി വിജയന്റെ ഈ ദുർഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അദ്ദേഹം ഇമാതിരി പ്രസ്താവനകൾ പുറപ്പെടുവിച്ച് ഇലക്ഷന് മുമ്പ് ജനങ്ങളുടെ അങ്കലാപ്പ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇവിടെ ജനങ്ങളുടെ വിജയമല്ല ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ വിജയമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ആരോടൊക്കെയോ പിണക്കമുണ്ട്. ആ പിണക്കം ഇപ്പോഴേ അങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. മറ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ആരോ ഒരാൾ PJ കുര്യന് താല്പര്യമില്ല. അതുകൊണ്ട് അവരെ ഒതുക്കാൻ കരുതി ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പുള്ളി അവരോധിക്കുകയാണ്. വലിയ തന്ത്രപരമായൊരു നീക്കമാണ്. പക്ഷെ ഇത് എവിടെ ചെന്ന് അവസാനിക്കും അറിഞ്ഞുകൂടാ. ഇവിടെ VD സതീശന്റെ ശക്തമായ പ്രതിപക്ഷ നേതൃനിരയിലെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതിഗംഭീരമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. രണ്ടുപേരും ഒട്ടും മോശമല്ല. കട്ടയ്ക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ ശോഭിച്ച ആളുകൾ തന്നെയാണ്. ആ VD സതീശന്റെ കാലത്ത് നടന്ന ഇലക്ഷനുകളിലെല്ലാം തന്നെ, ബൈ ഇലക്ഷൻ ആയാലും മറ്റ് പാർലമെന്റ് ഇലക്ഷൻ ആയാലും ഒക്കെ വൻ വിജയം, പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും വൻ വിജയം നേടിക്കൊടുത്തതിൽ VD സതീശന് പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകൾ, സുതാര്യത, ശക്തമായ നിലപാടുകൾ, സത്യസന്ധത, നീതിബോധം ഒക്കെ തന്നെ ഈ ഇലക്ഷനിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. എക്കാലത്തും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് കാതലായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ കഴിഞ്ഞ കാല ബൈ ഇലക്ഷനുകളിലും പാർലമെന്റ് ഇലക്ഷനുകളിലും പഞ്ചായത്ത് ഇലക്ഷനിലൂടെ നടന്ന വിജയത്തിൽ എല്ലാവരും അവരുടേതായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും UDF അധികാരത്തിൽ വരിക എന്നൊരൊറ്റ ആഗ്രഹം മാത്രമേ ജനങ്ങൾക്കുള്ളൂ. അത് തല്ലിക്കെടുത്താനുള്ള ശ്രമമാണ് PJ കുര്യൻ നടത്തുന്നത്. ഒരിക്കലും ഇത് ഒരു ആശ്വാസകരമായ ഒരു കാര്യമല്ല അദ്ദേഹം ഈ ചെയ്യുന്നത്. വളരെ മോശമാണ്. ജനങ്ങളെ രണ്ട് ചേരിയിലാക്കി തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആകാൻ എല്ലാവരും യോഗ്യരാണ്, ആരെങ്കിലും വരട്ടെ. കോൺഗ്രസിന്റെ സിസ്റ്റം ഉണ്ടല്ലോ. കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവർക്ക് ഹൈക്കമാൻഡ് ഉണ്ട്, MLA-മാരുടെ ഗ്രൂപ്പ് ഉണ്ട്, വർക്കിംഗ് കമ്മിറ്റി, പല സംവിധാനങ്ങൾ അവർക്കുണ്ട്. അത് അവർ ചെയ്തോളും. അതിന് ഇദ്ദേഹത്തിന് ഇവിടെ കിടന്ന് ഈ ബഹളം വെക്കുന്നത്, ഇദ്ദേഹത്തിന് ഏതായാലും ഇനി പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റില്ല. അതിനുള്ള കരുത്തും ആരോഗ്യമൊന്നുമില്ല. പല്ലുകൊഴിഞ്ഞ സിംഹമായിട്ട് നടക്കുന്ന ആളാണ് അദ്ദേഹം. ഒരു പഞ്ചായത്ത് ഇലക്ഷനിലോ ഇനിയൊരു അസംബ്ലി ഇലക്ഷനോ പാർലമെന്റ് ഇലക്ഷനോ ഒന്നും മത്സരിച്ച് ജയിച്ച് ജനങ്ങളുടെ സേവിക്കാനും സ്റ്റേറ്റുകാരിൽ നടക്കാനുള്ള സൗകര്യമൊന്നും കുര്യൻ സാറിന് ഇല്ലിനി. പിന്നെ അദ്ദേഹത്തിന്റെ മോഹഭംഗം പറഞ്ഞു തീർക്കുകയാണ്.
അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ ഒതുക്കിയിട്ട് മുഖ്യമന്ത്രി അദ്ദേഹം അവരോധിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. അപ്പുറത്തെ LDFന്റെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരാളെ ഉള്ളല്ലോ. അതെന്തേ അദ്ദേഹം ഓർക്കുന്നില്ല? അവിടെ മുഖ്യമന്ത്രി ആകേണ്ട ആളുകളെ ഇലക്ഷനിൽ പോലും മത്സരിപ്പിക്കാതെ ഒതുക്കി വീട്ടകത്ത് കുത്തിയിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഏകാംഗ നാടകം കളിക്കുകയാണ്. അവിടെ ഹിറ്റ്ലറായിട്ട് ഒരാൾ വാഴുകയാണ്. ഇനിയും മൂന്നാമത് അധികാരം കിട്ടിയാൽ അദ്ദേഹത്തിന് തന്നെയായിരിക്കും ഉത്തരവ്. വേറെ അവസരമില്ലല്ലോ ആർക്കും അവിടെ. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. എല്ലാവരും മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യതയുള്ള ധാരാളം ആളുകളുണ്ട് ഇവിടെ. അപ്പൊ ഇതിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള PJ കുര്യൻ സാറിന്റെ ഈ പ്രസ്താവന നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആക്കിയ ആളുകളെ എടുത്തു കാട്ടി ചൂണ്ടിക്കാട്ടി മുമ്പിൽ നിർത്തി അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന നിരുത്തരപരമാണ്. അത് ജനാധിപത്യ ബോധത്തിന് ചേർന്നതല്ല, കോൺഗ്രസിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. അത് അദ്ദേഹം ആരോടോ പക തീർക്കാനായിട്ട് പറഞ്ഞു വെച്ചതാണത്. കോൺഗ്രസ് എന്നും ഗ്രൂപ്പിസത്തിലാണ് കോൺഗ്രസ് വളർന്നു വന്നിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിന് ഗ്രൂപ്പ് ഇല്ലാത്തൊരു കാലം, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും സംഘടനാ കോൺഗ്രസ് ഉണ്ടാക്കി നിജലിംഗപ്പയും കാമരാജും എല്ലാം കൂടി സിൻഡിക്കേറ്റ് കോൺഗ്രസ് ഉണ്ടായി പോയൊരു കാലമില്ലേ? അതിന്റെ ബാക്കി പത്രങ്ങളാണല്ലോ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ അധികാരത്തിൽ ഈ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുകയൊക്കെ ചെയ്തത്. അപ്പൊ കോൺഗ്രസ് അന്നും ഇന്നും എന്നും ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് 2 പേര് 3 പേര് കൂടുന്നിടത്ത് ഗ്രൂപ്പ് ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. കോൺഗ്രസിന് അല്പം കൂടുതലാന്നേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ഉണ്ടായി. AK ആന്റണി ഒരു സംഘം ആളുകളുമായിട്ട് കോൺഗ്രസ് വിട്ടുപോയതിനു ശേഷം നയനാറുടെ മിനിസ്ട്രിയിൽ മന്ത്രിമാരായിരുന്ന ആളുകളാണ് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയൊക്കെ. പിന്നെ അത് രണ്ടാമത് കോൺഗ്രസിൽ ലയിച്ചു, കോൺഗ്രസ് ഒന്നായി മാറി. അത്രമാത്രം ഭീകരമായ വിഘടിച്ച പകുതി ആളുകളുമായി മറ്റൊരു മുന്നണിയിലേക്ക് പോകത്തക്കവണ്ണമുള്ള ഒരു വലിയ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമൊന്നും കോൺഗ്രസിൽ ഇപ്പോൾ ഇല്ല. ഇതിന് അതിഭയങ്കരമായ ഗ്രൂപ്പിസത്തിൽപ്പെട്ട് കോൺഗ്രസ് ചിന്നിച്ചെറിപ്പോയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നുമില്ല. ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. കോൺഗ്രസിന്റെ സംസ്കാരമേ അത് തന്നെയാണ്. ഗ്രൂപ്പിസത്തിലൂടെ അത് നിലനിൽക്കത്തുള്ളൂ. എന്നാൽ അത് ഈ അടുത്ത നാളിൽ ആ ഗ്രൂപ്പിസത്തിന് ഒത്തിരി അയവ് വന്നിട്ടുമുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും ഏതാണ്ട് ചത്തടിഞ്ഞതുപോലെയൊക്കെയാണ്. പേരിന് ചില പത്രക്കാരൻ ഈ ഗ്രൂപ്പ് എന്ന് എഴുതുന്നുള്ളതേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ, ഒരു 100 സീറ്റ് കിട്ടാൻ സാധ്യതയുമായി കോൺഗ്രസ് ഒരുങ്ങി നിൽക്കുമ്പോൾ, ജനങ്ങൾ പിണറായി സത്തെ ഉന്മൂലനം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ PJ കുര്യൻ മുഖ്യമന്ത്രിയെ മുൻകൂട്ടി അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് വിഭാഗീയത ഉണ്ടാക്കുവാനും ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാനും ചെയ്ത ഈ പ്രസംഗം പരിപാടികളൊന്നും ഒരിക്കലും ശരിയല്ല. അദ്ദേഹം പ്രായത്തിന്റെ ആധിക്യത്താലോ മറ്റോ എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു കൊന്നത് മനസ്സിലാകുന്നില്ല എന്താണ്. അത് മാത്രമല്ല ആരോട്ടോട് വൈരാഗ്യം തീർക്കുക കൂടിയാണ് എന്ന് ഓർക്കണം. ഇദ്ദേഹത്തിന് പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ PJ കുര്യൻ സാർ ഇടപെട്ടിട്ടുണ്ട്. മാവേലിക്കരയിൽ പണ്ട് അദ്ദേഹം മത്സരിച്ച സമയത്ത് തോറ്റുപോയി പാർലമെന്റിലേക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അത് തോറ്റു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ലേഖനം എഴുതി, എന്തുകൊണ്ട് PJ കുര്യൻ തോറ്റു എന്ന് പറഞ്ഞൊരു ലേഖനം ക്രൈസ്തവത്തിൽ എഴുതുകയുണ്ടായി. അത് ഞങ്ങൾ 3-4 കൂട്ടം കാര്യങ്ങൾ നിരത്തിയിരുന്നു. അതിലൊന്ന്, ചെങ്ങന്നൂരിൽ നിന്നും കുമ്പനാട് വഴി പത്തനംതിട്ട വഴി പമ്പയ്ക്ക് പോകുന്ന ഒരു റെയിൽവേ ലൈൻ സൃഷ്ടിക്കുവാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആലോചിച്ചിരുന്നു. അന്ന് IPCയുടെ സമന്നതരായ നേതാക്കൾ ഡൽഹിയിൽ പോയി ഉദ്യോഗസ്ഥന്മാരെ കാണുകയും മന്ത്രിമാരെ കാണുകയും ചെയ്തു. ഞങ്ങൾക്ക് ആകപ്പാട് അത്രയും സ്ഥലമേ ഉള്ളൂ, അവിടെയാണ് കുമ്മനാട് കൺവെൻഷൻ നടക്കുന്നത്, അതിന്റെ നടുക്കുകൂടെ അങ്ങനെ റെയിൽവേ ലൈൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സഭയും ആസ്ഥാനം ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞ് നിവേദനത്തിലൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയിച്ചു. ഏതായാലും പദ്ധതി ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ കുര്യൻ സാർ വന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ ചെന്നവരോട് പറഞ്ഞെന്ന്, വികസനമായി കഴിഞ്ഞാൽ ചിലപ്പോൾ റെയിൽവേ ലൈനൊക്കെ പോകുന്നു. പുലാത്തീനിലൂടെ പോകാനാണെങ്കിൽ അദ്ദേഹം സമ്മതിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് വാരിക, വളരെ ഭംഗിയായി ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുഡ് ന്യൂസ് വാരിക FCRAക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവർക്കത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെന്ന് കാണുന്നവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ FCRA എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ട ചരിത്രവും കുര്യൻ സാറിന്റെ പക്കലുണ്ട്. അവസാനം FCRA അവർ ഗുഡ് ന്യൂസ് വാങ്ങിയെടുത്തു എന്നുള്ളത് വേറൊരു വശം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അന്ന് KP യോഹന്നാൻ പെന്തക്കോസ്റ്റിൽ നിൽക്കുന്ന കാലത്ത്, അദ്ദേഹം പെന്തക്കോസ്ത് സഭയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലത്ത്, അന്ന് അവിടെ ആസ്ഥാനത്ത് പോയി പിരിവ് ചോദിച്ചിട്ട് പൈസ കൊടുക്കാഞ്ഞിട്ട് ബഹളം വെച്ചു എന്നൊരു ആരോപണം പുള്ളിയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, നേരോ ശരി എനിക്ക് അറിഞ്ഞുകൂടാ.
ഇങ്ങനെ പല ഇഷ്യൂസ് അദ്ദേഹത്തിന്റെ പേരിൽ പല കാലത്തായിട്ടുണ്ട്. കോൺഗ്രസിനകത്തെ അദ്ദേഹത്തിന്റെ വിഭാഗീയതയും വിഘടനവും ഈ ഗ്രൂപ്പിസത്തോടൊപ്പം തന്നെ മറ്റ് സഭകളിൽ കയറി ഇറങ്ങി അതിനെ ഇല്ലാതാക്കി ചെയ്യാനുള്ള പ്രത്യേകിച്ച് ബന്ധുക്കൾ സമൂഹങ്ങളോട് അവഗണനയും വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളായിട്ടാണ് അദ്ദേഹത്തെ വിശ്വാസികൾക്ക് എന്നും കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ചെയ്ത വലിയൊരു ഗുണമെന്ന് പറയുന്നത് സെന്റനറി സെലിബ്രേഷൻ പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റ് 1905 ജൂൺ മാസം 29 പണ്ഡിത രമാഭായിയുടെ ആശ്രമത്തിലാണ് ഉണ്ടായത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് 2005 അത് 2006 ഞങ്ങളെ സെന്റനറി സെലിബ്രേഷൻ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നത്. ബഹുമാന്യനായ യശസ്വനായ തോമസ് വടക്കക്കൂറ്റ് വേവിച്ചായനായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. ഞാൻ ആ സമയത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ആ സെന്റനറി സെലിബ്രേഷൻ വൻ ജനാവലിയുടെ സാന്നിധ്യം അതിഗംഭീരമായി അവിടെ നടന്നു. അപ്പോൾ ഒരു സഭയുടെ 100ാം വാർഷികം എന്ന നിലയിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗിനെ ക്ഷണിക്കുവാനായിട്ട് ഇദ്ദേഹം എല്ലാവരും കൂടെ ഡൽഹിക്ക് പോയി. അതിനകത്ത് മുഖ്യമായി മുമ്പിൽ നിന്ന ഒരാള് സാം കുഴിക്കാലയാണ്. അവിടെ ചെന്ന് കണ്ടു, വിളിച്ചു. കുര്യൻ സാറും ആ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നുള്ള കാര്യം അറിഞ്ഞത് അദ്ദേഹം വരുന്നില്ല എന്നാണ് പിന്നെ അറിയാനായിട്ട് സാധിച്ചത്. വരും എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്ററൊക്കെ തിരുവല്ലയിലൊക്കെ വെക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതാണ്, പരസ്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതാണ്. പിന്നെ വന്നില്ല. അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയം ഇപ്പോഴും കിടക്കുന്നു. അത് കുര്യൻ സാറിന്റെ തലയിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എല്ലാ കാലത്തും എപ്പോഴും ഒരുമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രസ്ഥാനത്തെയും ഇഷ്ടമില്ലാത്ത പ്രസ്ഥാനത്തെയും താൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അർഹമായ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അതിനെയും തച്ചുടയ്ക്കുന്ന ഒരു പ്രവണതയാണ് വിജയ കുര്യന്റെ പക്കൽ നിന്നുണ്ടാകുന്നത്. ഇത് ഒരിക്കലും ശരിയല്ല. അദ്ദേഹം കുറച്ചുകൂടെ മാന്യമായിട്ട് ഇടപെടണം. സീനിയർ കോൺഗ്രസ് ലീഡറാണ്. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊന്നും എതിർപ്പ് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഇല്ല എന്ന് നിങ്ങൾ കണ്ടറിയണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കേരളത്തിൽ ധാരാളം ഉണ്ട്. പഴയതുപോലെ തന്നെ അവർ ശക്തമാണ്. എന്നാൽ പിണറായിസം എന്ന് പറയുന്ന സ്വേച്ഛാധിപത്യ ഭരണത്തോടും കുടുംബവാഴ്ചയോടും അധികാരപ്രമത്തതയോടും പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയോടും ഒക്കെയാണ് ജനങ്ങൾക്ക് എതിർപ്പ്. അദ്ദേഹം അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ആഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പേരെടുത്തിട്ടുകൊണ്ട് അദ്ദേഹം പൊല്ലാപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ചെന്നിത്തല മുഖ്യമന്ത്രി ആകണ്ട എന്നർത്ഥത്തിലല്ലേ അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കോട്ടപ്പാ. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സംവിധാനം ഉണ്ടല്ലോ കോൺഗ്രസിന്, അവർക്ക് സിസ്റ്റം ഉണ്ടല്ലോ. അതിനനുസരിച്ച് മുഖ്യമന്ത്രി അവര് കേരളത്തിലേക്ക് തരും. അല്ലിവിടുത്തെ MLA കൂട്ടായി തീരുമാനിക്കും. പല രീതിയിലൊക്കെയാണ് പല സ്റ്റേറ്റുകളിലും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. മിക്കവാറും കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് തന്നെയായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു മുഖ്യമന്ത്രിയെ അവരോധിച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് ജനങ്ങളുടെ ഇടയിൽ, സാമാന്യ ജനങ്ങളുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പ്രൊഫസർ PJ കുര്യൻ ശ്രമിച്ചത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കോൺഗ്രസിനകത്തെ ലീഡേഴ്സ് ആയാലും അനുഭാവികളായാലും ഓരോരുത്തരുടെ പേരുകൾ ഇന്നാര് വന്നാൽ കൊള്ളാമെന്ന് അവരവർക്ക് താല്പര്യമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ 3-4 പേരുടെ പേര് ഇലക്ഷൻ കാലത്ത് എടുത്തിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായി തീരും? വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഈ വക കാര്യങ്ങളെല്ലാം. കുര്യൻ സാറ് വളരെ സീനിയറായ ആളാണ്. ഇവിടെ ഉള്ളതിൽ കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് ലീഡേഴ്സിൽ സീനിയറാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു നിരുത്തരപരമായ ഒരു സംസാരം, അനവസരത്തിലെ സംസാരം, ഒരു ലോജിക്കും ഇല്ലാതെ കോൺഗ്രസിന്റെ സംസ്കാരത്തിന് വിരുദ്ധമായി തട്ടിവിട്ട് ജനങ്ങളിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒട്ടും ഭൂഷണമല്ല. അദ്ദേഹം ഇനി എങ്കിലും ഇലക്ഷൻ കഴിയുന്ന 9-ാം തീയതി വരെങ്കിലും ദൈവത്തെ ഓർത്ത് പ്രൊഫസർ PJ കുര്യൻ മിണ്ടാതിരിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയായിട്ട് ഇവിടെയുള്ള എല്ലാ സീനിയർ കോൺഗ്രസ് ലീഡേഴ്സ്, ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന സകല ആളുകളും മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യതയുള്ള ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്, വളരെ കഴിവുള്ള ആളുകളുണ്ട്. മുൻപിൽ D സതീശനും രമേശ് ചെന്നിത്തലയുടെയും പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. രണ്ടുപേരാരും മുഖ്യമന്ത്രി ആയാലും കേരളത്തിലെ സർവ കയ്യും കൂട്ടി സ്വീകരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതില്ലാതാക്കാനും തച്ചുടയ്ക്കാനും പിണറായിക്ക് 3ാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാനും ദൈവത്തെ ഓർത്ത് PJ കുര്യൻ ശ്രമിക്കരുത്. അതിൽ നിന്ന് പിന്മാറണം. ഇനി ആവശ്യമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റും ഈ ഏപ്രിൽ 9-ാം തീയതി വരെ പറയരുത്. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു സാറേ കുഴപ്പമൊന്നുമില്ല, അതുവരെയെങ്കിലും മിണ്ടാതിരിക്കണം
എന്താണ് ഈ സമയത്ത് അങ്ങയോട് എനിക്ക് അഭ്യർത്ഥിക്കാൻ